ഇന്ന് ആണ്ടുവട്ടം 21 ഞായർ. ഒന്നാം വായന ജോഷിയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 24 പ്രധാന വാക്യം 15. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 5 ഭാര്യ ഭർത്താക്കന്മാർ. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 6 വാക്യങ്ങൾ 60 മുതൽ 69 വരെ. നിത്യജീവൻ്റെ വചസ്സുകൾ. വിശ്വാസം എന്നത് വ്യക്തിപരമായ ഒരു പരിവർത്തനമാണ്. ആ പരിവർത്തനത്തിൽ നമ്മുടെ വികാരങ്ങളും ചിന്തകളും പദ്ധതികൾ പോലും ഉൾപ്പെടണം. സുവിശേഷമാണ് പരിവർത്തനം പകരുന്നത്. സുവിശേഷം ജീവിതമായി മാറുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. നല്ലൊരു ചെറുകഥയായി അത് അവശേഷിക്കുന്നു എന്ന് മാത്രം. പലർക്കും യേശു എന്ന സുവിശേഷം അസഹനീയമാണ്. അവർക്ക് വേണ്ടത് അത്ഭുതം മാത്രമാണ്. അവനോ എല്ലാവരെയും പ്രതിപ്പെടുത്തുവാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തവനുമാണ്. അതുകൊണ്ടാണ് പലരും അവനെ ഉപേക്ഷിച്ച് പോകുന്നത്. ദൈവത്തെ ഒരു അത്ഭുത പ്രവർത്തനം എന്ന നിലയിൽ അന്വേഷിക്കുന്നവർക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെയുള്ളവർക്ക് യേശു എന്നും എപ്പോഴും ഇടർച്ചയും നിരാശയും തന്നെയുമായിരിക്കും. യേശുവിനെ അനുഗമിക്കുന്നവർ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ജനക്കൂട്ടം അവനിൽ നിന്നാകുന്നു, പിന്നെ ശിഷ്യന്മാർ. ഇപ്പോഴിതാ അവൻ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നു, നിങ്ങളും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ലേ? നാടകീയമായ ഒരു നിമിഷമാണത്. ഏറ്റവും അടുത്തവർ പോലും അകലാൻ സാധ്യതയുണ്ട്. അവൻ ആരെയും നിർബന്ധിച്ച് ചേർത്ത് നിർത്തുന്നുമില്ല. അസഹനീയമെന്ന് കരുതിയാൽ അപ്പോസ്തലന്മാർക്കും അവനെ വിട്ടു പോകാവുന്നതാണ്. ദൈവം അങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പരമാവധിയാണ്. ഇതൊരു വിട്ടുവീഴ്ചയല്ല, ബഹുമാനമാണ്. അപ്പോസ്തലന്മാർക്ക് വേണമെങ്കിൽ പോകാം. അപ്പോഴും ജീവൻ്റെ അപ്പമായി മാറുക എന്ന തൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നും ഒരു ഇഞ്ച് പോലും അവൻ പിൻവാങ്ങുന്നില്ല. ജനക്കൂട്ടം എന്തിനാണ് തന്നെ അനുഗമിക്കുന്നതെന്ന കാര്യം അവന് മനസ്സിലായി. അപ്പമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ശിഷ്യന്മാരും എന്തിനാണ് അനുഗമിക്കുന്നതെന്നും അവന് മനസ്സിലായി. അവർക്ക് അവനെ സഹിക്കാൻ പറ്റുന്നില്ല. അവശേഷിച്ചിരിക്കുന്ന ചോദ്യം ഇനി നമ്മോടാണ്. എന്തിനാണ് അവനെ അനുഗമിക്കുന്നത്? എന്താണ് അവനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. പത്രോസാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇത്രയധികം വെളിച്ചവും സമാധാനവും സത്യവും സമാധാനവും പകർന്നു തരുന്ന ഒരു വചനം എവിടെ കണ്ടെത്താനാകും? യേശുവാണ് ജീവിതത്തിൻ്റെ മികവ് എന്ന് തന്നെയല്ലേ അവൻ പറയുന്നത്? യേശുവിൻ്റേത് മാത്രമാണ് ജീവൻ നൽകുന്ന വചസ്സുകൾ, വാക്കുകൾ, വചനങ്ങൾ. അവയ്ക്ക് മാത്രമേ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും ശരീരത്തിനും ജീവൻ നൽകുവാൻ സാധിക്കൂ. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് കർത്താവേ. നമ്മുടെ കർത്താവ് ശിംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.